അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, എന്താണ് അന്ത്യനാളിൽ, ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്ന് സൂചിപ്പിക്കുന്ന 13, 14 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും ഭാഗധേയം നിശ്ചയിക്കപ്പെടുന്നത് ഈ ലോകത്തെ അവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ കർമ്മങ്ങൾ ഒന്നും വിട്ടുപോകാതെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ രേഖ വിചാരണയ്ക്ക് മുമ്പായി അവന് കാണിച്ചു കൊടുക്കുന്നു. അത് വായിച്ചു നോക്കാൻ അവനോട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് സ്വയം വിചാരണ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യവും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടത് എല്ലാം അവൻ കണ്ട് സ്വയം ഇതൊക്കെ താൻ ചെയ്തതല്ലേ എന്ന് വിചാരണ നടത്താൻ അവനോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷമാണ് അള്ളാഹുവിൻ്റെ വിചാരണയും വിധിയും നടക്കുക. ഇങ്ങനെ മനുഷ്യൻ്റെ ഭാഗധേയം അവനവൻ്റെ കർമ്മങ്ങളിലാണെന്നും തൻ്റെ കർമ്മപുസ്തകം ഓരോരുത്തരും പരലോകത്ത് സ്വീകരിക്കുമെന്നുമാണ് ഇന്ന് പഠിക്കുന്ന 13, 14 ആയത്തുകളിൽ പറയുന്നത്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു, ഓരോ മനുഷ്യനും നാം അനിവാര്യമാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു. താഇറഹു, അവൻ്റെ ഭാഗധേയം, അവൻ്റെ ശകുനം, ഫി ഉനുഖിഹി, അവൻ്റെ കഴുത്തിൽ. ഓരോ മനുഷ്യൻ്റെയും ഭാഗധേയം അവൻ്റെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത അനിവാര്യമായ ഒരു ബാധ്യതയായി അവനോടൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അൽസംനാഹു എന്നാൽ അവന് നാം ലാസിമാക്കി, നിർബന്ധമാക്കി എന്നാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതികൾക്ക് ലാസിമ്, ലവാസിം എന്ന് പറയുന്നു. മനുഷ്യന് തൻ്റെ ഭാഗധേയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധം അവനത് ലാസിമാക്കിയിരിക്കുന്നു, ഒഴിവാക്കാൻ പറ്റാത്തതാക്കിയിരിക്കുന്നു. എന്താണ് ഈ ഭാഗധേയം? താഇർ എന്നാണ് ഇവിടെ അതിന് പ്രയോഗിച്ചത്. താഇർ എന്നാൽ പക്ഷി എന്നാണ്. പണ്ട് കാലത്ത് പക്ഷിയെ ആകാശത്തേക്ക് പറപ്പിച്ച് ലക്ഷണം നോക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷി ഇടതു ഭാഗത്തേക്കാണ് പറന്നതെങ്കിൽ അത് ദുശകുനമായി കണക്കാക്കും. പക്ഷി പറക്കുന്നത് വലതു ഭാഗത്തേക്കാണെങ്കിൽ അത് നല്ല ശകുനമായി കണക്കാക്കും. ഈ ഒരു രീതിയുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ഭാഗധേയം ചെക്ക് ചെയ്യുന്നതിന് തായിർ എന്ന് പിന്നീട് പേര് വിളിക്കപ്പെട്ടു. അതിനുശേഷം പിൽക്കാലത്ത് ഭാഗ്യം പരീക്ഷിക്കാനുള്ള നറുക്കെടുപ്പിൽ നറുക്ക് വീഴുന്നതിനും തായിർ എന്ന് പറയപ്പെട്ടു. ചൂതാട്ടത്തിൽ ഭാഗ്യവാനെ അറിയാൻ ഉപയോഗിക്കുന്ന സൂചിക, അമ്പിന് തായിർ എന്ന് പേര് വന്നു. തായിർ എന്ന് ഇവിടെ കർമ്മം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മം അവനെ വിട്ടൊഴിയാത്ത കാര്യമായി അവൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് അർത്ഥം വരിക. താറ എന്നാൽ പറന്നുപോയി എന്നാണ്. ഒരാളുടെ കർമ്മം അത് ചെയ്തു കഴിഞ്ഞാൽ അയാളിൽ നിന്നും അത് പാറിപ്പോയി, പിന്നെ അയാൾക്കത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. പക്ഷേ അയാൾ ചെയ്തത് തിന്മയാണെങ്കിൽ അത് തിരിച്ചെടുക്കാനാകില്ലെങ്കിലും നന്മ ചെയ്തുകൊണ്ട് അതിനെ തിരുത്താനും മാറ്റിമറിക്കാനും സാധിക്കും. ഇങ്ങനെയും തായിർ എന്നതിനെ വിവരിച്ചിട്ടുണ്ട്. ഏതായാലും ഓരോരുത്തരും ചെയ്ത കർമ്മത്തിന് അയാൾ തന്നെയായിരിക്കും ഉത്തരവാദി എന്നതാണ് ആശയം. ആ ഉത്തരവാദിത്വത്തോടെ അവൻ പരലോകത്ത് ഹാജരാക്കപ്പെടും. വനുഖ്രിജു ലഹു, അങ്ങനെ അവന് നാം വെളിപ്പെടുത്തും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, കിതാബൻ, ഒരു പുസ്തകം. ഒരു പുസ്തകം എന്നാൽ അവൻ്റെ കർമ്മരേഖ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏത് രൂപത്തിലാണോ നൽകപ്പെടുക, പുസ്തക രൂപത്തിലാണോ, വിഷ്വലായിക്കൊണ്ട് മനുഷ്യന് കാണാൻ കഴിയുന്ന രൂപത്തിലാണോ ഈ കർമ്മരേഖ അവന് കാണിച്ചു കൊടുക്കപ്പെടുക എന്നൊന്നും അറിയില്ല. ഏതായാലും യൽഖാഹു മൻഷൂറ, അവനത് തുറന്നു വെക്കപ്പെട്ടതായി കാണും. അവൻ്റെ കർമ്മരേഖ അവൻ്റെ മുമ്പിൽ തുറന്നു വെക്കപ്പെടും. എന്നിട്ട് അവനോട് പറയും, ഇഖ്റ കിതാബക, നിന്റെ പുസ്തകം നീ വായിച്ചു നോക്കുക, നിന്റെ കർമ്മരേഖയാണിത്, ഇതൊക്കെ നീ ചെയ്തു കൂട്ടിയത് തന്നെയല്ലേ എന്ന് വായിച്ചു നോക്കുക. കഫാ ബിനഫ്സിക്കൽ യൗമ, ഇന്ന് നീ തന്നെ മതി നിനക്ക്, അലൈക്ക, നിന്റെ മേൽ, ഹസീബൻ, കണക്ക് നോക്കുന്നവനായി. നിന്റെ ഈ കർമ്മരേഖ വായിച്ചു നോക്കി നീ ചെയ്ത കാര്യങ്ങൾ സ്വയം ഉറപ്പുവരുത്തി ബോധ്യപ്പെട്ട് നിന്നെ സ്വയം വിചാരണ ചെയ്യാൻ നീ തന്നെ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ നന്മ ചെയ്ത സുഹൃതവാന്മാർക്ക് അവരുടെ കർമ്മ പുസ്തകം കിട്ടുമ്പോൾ അതിയായ സന്തോഷമായിരിക്കും. മറുവശത്ത് തിന്മ ചെയ്തവർ സ്വയം ശപിച്ചുകൊണ്ട് എൻ്റെ നാശമേ എന്ന് വിലപിച്ചുകൊണ്ടാവും തങ്ങളുടെ കർമ്മ പുസ്തകം സ്വീകരിക്കുക. അങ്ങനെ ഓരോരുത്തർക്കും തങ്ങൾ ചെയ്തു കൂട്ടിയത് എന്താണെന്ന് ബോധ്യപ്പെട്ട ശേഷമായിരിക്കും അള്ളാഹുവിൻ്റെ വിചാരണയും വിധിയും സംശയമില്ലാത്ത വിധം നീതിപൂർവം നടപ്പാക്കപ്പെടുക എന്ന് ഈ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടുകൂടി കർമ്മപുസ്തകം സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.